ഈ പ്രപഞ്ചം, അതായത് ഈ പ്രകൃതി, ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മനുഷ്യർക്ക് ഉറങ്ങാനും എഴുന്നേൽക്കാനും ഭക്ഷണം കഴിക്കാനുമെല്ലാമുള്ള കൃത്യമായ സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രപഞ്ചത്തോടും അതിന്റെ നിയമങ്ങളോടും ചേർന്ന് ജീവിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തും നേടാൻ സാധിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും വലിയ കാര്യം ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഊർജ്ജവുമായി നിങ്ങൾ ലയിക്കേണ്ടതുണ്ട്. അതിനായി ഈ പ്രപഞ്ചമുണ്ടാക്കിയ നിയമങ്ങൾ നിങ്ങൾ പിന്തുടരണം. ഈ പ്രപഞ്ചത്തിനും മനുഷ്യനും തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട്. ഇരുവരും പരസ്പരം പൂരകങ്ങളാണ്. ഇന്ന് വലിയ നേട്ടങ്ങളിൽ എത്തിനിൽക്കുന്ന എല്ലാ മഹത് വ്യക്തികളും ഈ പ്രപഞ്ച നിയമങ്ങളെ ഏതെങ്കിലും തരത്തിൽ പിന്തുടരുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മനുഷ്യർക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഏറ്റവും ഉചിതമായ സമയത്തെക്കുറിച്ചുള്ള ഒരു പ്രപഞ്ച നിയമമാണ്. ഇതിനെ സൃഷ്ടാവിന്റെ സമയം എന്നും പറയുന്നു. ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ ഇതിനെ ബ്രാഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ബ്രാഹ്മമുഹൂർത്തത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അത് മനസ്സിലാക്കാം. ഹിന്ദുമതത്തിലെ വേദങ്ങളിലും പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലുമെല്ലാം ബ്രാഹ്മമുഹൂർത്തം വളരെ വിശേഷപ്പെട്ടതും ശുഭകരമായതുമായി കണക്കാക്കുന്നു. രാത്രിയുടെ അവസാന യാമത്തിനു ശേഷം സൂര്യോദയത്തിന് തൊട്ടുമുമ്പുള്ള സമയമാണ് ബ്രാഹ്മമുഹൂർത്തം. 24 മണിക്കൂറിൽ 30 മുഹൂർത്തങ്ങളാണുള്ളത്. അതിൽ 15 മുഹൂർത്തങ്ങൾ പകലും 15 എണ്ണം രാത്രിയിലുമാണ്. 24 മണിക്കൂറിനെ 30 മുഹൂർത്തങ്ങളായി വിഭജിക്കുകയാണെങ്കിൽ ഓരോ മുഹൂർത്തത്തിന്റെയും സമയം 48 മിനിറ്റാണ്. ബ്രാഹ്മമുഹൂർത്തത്തിന്റെ സമയം സൂര്യോദയത്തിന് ഒരു മുഹൂർത്തം മുമ്പാണ്. അതായത് സൂര്യോദയത്തിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പ്. ബ്രാഹ്മമുഹൂർത്തത്തിന്റെ കൃത്യസമയം സൂര്യോദയത്തെ ആശ്രയിച്ചിരിക്കും. അതായത് ഏകദേശം പുലർച്ചെ 3 മണി മുതൽ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെ. നമ്മുടെ ഋഷിമാർ ഈ സമയത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ഉറക്കം ഉപേക്ഷിക്കാൻ ഏറ്റവും നല്ല സമയം ഇതാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് സൗന്ദര്യം, ബലം, അറിവ്, ബുദ്ധി, ആരോഗ്യം എന്നിവ നൽകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ഇതിനു പിന്നിലെ ശാസ്ത്രീയ കാരണമെന്താണ്? എന്താണ് ബ്രാഹ്മമുഹൂർത്ത സമയത്ത് സംഭവിക്കുന്നത്? അത് നമ്മുടെ ശരീരത്തെ ഇത്രയധികം സ്വാധീനിക്കുന്നത്? ആയുർവേദമനുസരിച്ച് നമ്മുടെ ശരീരം 5 മൂലകങ്ങളാൽ നിർമ്മിതമാണ്: ജലം, ഭൂമി, ആകാശം, അഗ്നി, വായു. ഈ 5 ഘടകങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ 3 പ്രധാന ഊർജ്ജങ്ങൾ രൂപപ്പെടുന്നു. അവയെ വാതം, പിത്തം, കഫം എന്ന് വിളിക്കുന്നു. ഇവയെ ത്രിദോഷങ്ങൾ എന്നും പറയുന്നു. ആയുർവേദമനുസരിച്ച് രാവിലെ 2 മണി മുതൽ 6 മണി വരെയും വൈകുന്നേരം 2 മണി മുതൽ 6 മണി വരെയും നമ്മുടെ ശരീരത്തിൽ വാദത്തിന്റെ ഊർജ്ജം കൂടുതലായിരിക്കും. ആയുർവേദത്തിലെ ത്രിദോഷങ്ങളിൽ വാദത്തെ പ്രധാന ദോഷമായി കണക്കാക്കുന്നു. കാരണം ഇത് മറ്റു ദോഷങ്ങളെയും നിയന്ത്രിക്കുന്നു. വാദം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലുമുണ്ട്. പക്ഷേ പ്രധാനമായും ഇത് നട്ടെല്ലിലും തലച്ചോറിലുമാണ് കാണപ്പെടുന്നത്. വാദം എന്നതിന്റെ അർത്ഥം വായു എന്നുമെടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ വാദത്തിന്റെ ഊർജ്ജം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും മാനസികമായ ജോലി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം ലഭിക്കാനുള്ള സാധ്യത പലമടങ്ങ് വർദ്ധിക്കുന്നത്. ഈ 3 ദോഷങ്ങൾക്കും ഒരു ചക്രം ഉള്ളതുപോലെ മനുഷ്യശരീരം ഒരു 24 മണിക്കൂർ ചക്രത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ചക്രവുമുണ്ട്. അതിനെ സർക്കാഡിയൻ റിഥം എന്ന് വിളിക്കുന്നു. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഈ പ്രകൃതിദത്ത സർക്കാഡിയൻ താളവുമായി സമന്വയിപ്പിച്ച് നമ്മുടെ ശാരീരികവും മാനസികവുമായ ജോലികൾ ക്രമീകരിക്കാൻ കഴിയും. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് നമ്മുടെ ശരീരത്തെ ഭൂമിയുടെ പ്രകൃതിദത്ത താളവുമായി സമന്വയിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നു. സർക്കാഡിയൻ ഋതം അനുസരിച്ച് പുലർച്ചെ 4 മണിക്ക് നമ്മുടെ ശരീരത്തിന്റെ താപനില ഏറ്റവും കുറവായിരിക്കും. കൂടാതെ തലച്ചോറിൽ മെലാറ്റോണിന്റെ അളവ് ഏറ്റവും കൂടുതലായിരിക്കും. രാവിലെ 7 മണി കഴിഞ്ഞ് 30 മിനിറ്റോടെ നമ്മുടെ തലച്ചോറ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തുന്നു. നമ്മുടെ തലച്ചോറിൽ പൈനിയൽ ഗ്രന്ഥി എന്ന് വിളിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. മെലാറ്റോണിൻ എന്നത് പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. ഇത് നമ്മുടെ ഉറക്ക-ഉണർവ് ചക്രത്തെ നിയന്ത്രിക്കുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ മെലാറ്റോണിന്റെ അളവ് ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും. ഇത് ആഴത്തിലുള്ള വിശ്രമം നൽകാനും നല്ല ഉറക്കം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു. നമ്മുടെ തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. ഇത് ധ്യാനത്തിനും യോഗാഭ്യാസങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെ ഒരു സമാധാനപരമായ അന്തരീക്ഷമാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന ഈ സമയത്ത് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ സെറോട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സെറോട്ടോണിൻ ഒരു സന്തോഷ ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. കൂടാതെ നമ്മുടെ മനസ്സിനെ ശാന്തവും ഏകാഗ്രവുമാക്കി നിലനിർത്തുന്നു. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്യാനും ഏറ്റവും മികച്ചതാണ്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു മുഴുവൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് കാണാവുന്നതാണ്. തീർച്ചയായും കാണുക. അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ നമ്മളായിത്തീരുന്നു.
പകൽ സമയം എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ ഓരോ മനുഷ്യനും അവരുടെ ചിന്തകൾ പ്രപഞ്ചത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. അത്തരമൊരു ചിന്തകളുടെ തിരക്കിൽ നിങ്ങളുടെ ചിന്ത യഥാർത്ഥ ജീവിതത്തിലെത്താൻ വളരെ സമയമെടുക്കും. എന്നാൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രപഞ്ചത്തിൽ ചിന്തകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതിനാൽ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ചിന്ത പ്രപഞ്ചത്തിലേക്ക് അയച്ചാൽ ആ ചിന്ത നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ വേഗത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഹിന്ദുമതമനുസരിച്ച് പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെ മനോഹരമായ ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മൾ ഉറപ്പായും ഉണരണം. കാരണം ഈ സമയത്ത് പ്രപഞ്ചത്തിൽ കോസ്മിക് എനർജി അഥവാ പ്രപഞ്ചശക്തി ഏറ്റവും കൂടുതലായിരിക്കും. ഈ കോസ്മിക് എനർജിയാണ് മുഴുവൻ പ്രപഞ്ചത്തെയും നയിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ കോസ്മിക് എനർജി വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമുക്ക് ഉന്മേഷത്തോടെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ കോസ്മിക് എനർജിയാണ് പ്രവേശിക്കുന്നത്. ഇനി നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ. രാവിലെ 3 മണി മുതൽ 6 മണി വരെ പ്രപഞ്ചത്തിൽ കോസ്മിക് എനർജിയുടെ അളവ് ഏറ്റവും കൂടുതലായിരിക്കുമ്പോൾ, അതായത് ബ്രാഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ആ ധ്യാനം നിങ്ങളുടെ സാധാരണ ധ്യാനത്തേക്കാൾ വളരെ ഫലപ്രദമായിരിക്കും. അതിന്റെ സ്വാധീനം നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും കാണാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിൽ കോസ്മിക് എനർജിയുടെ അളവ് വളരെയധികം വർദ്ധിക്കും. ഈ കോസ്മിക് എനർജിയാണ് നമ്മുടെ അബോധ മനസ്സിനെ സബ്കോൺഷ്യസ് മൈൻഡ് ശക്തമാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എല്ലാ മതങ്ങളിലും പുലർച്ചെയുള്ള പ്രാർത്ഥനകൾക്കും ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. കാരണം അവ വേഗത്തിൽ സഫലമാകാൻ വേണ്ടിയാവാം. കൂടാതെ വിദഗ്ധർ വിശ്വസിക്കുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിൽ അന്തരീക്ഷം ഏറ്റവും ശുദ്ധമാണെന്നാണ്. ഈ സമയത്ത് വായുവിലെ ഓക്സിജന്റെ അളവ് 41% വരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾ നടക്കാൻ പോയാൽ പോലും നിങ്ങളുടെ ശ്വാസകോശത്തിന് ശുദ്ധമായ വായു ലഭിക്കുന്നത്. ലോകത്തിലെ എല്ലാ വിജയികളും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ചൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ അബോധ മനസ്സിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും തുറന്നിരിക്കും. അതായത് ആ സമയത്ത് എല്ലാത്തരം വിവരങ്ങളെയും നമ്മുടെ മനസ്സ് എളുപ്പത്തിൽ സ്വീകരിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അബോധ മനസ്സ് അംഗീകരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം പഠനത്തിനായി ഉപയോഗിക്കാം. വലിയ യോഗികൾ ഈ സമയം ധ്യാനം ചെയ്ത് ശക്തികൾ നേടുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എന്താണ് കേൾക്കുന്നത്, എന്താണ് കാണുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ബാക്കി ദിവസം എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് വിജയികളായ ആളുകൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ധ്യാനത്തിലും യോഗയിലും ഏർപ്പെടുന്നത്. അവർക്ക് ശക്തി നൽകുന്ന പോസിറ്റീവ് അഫർമേഷൻസ് ഉച്ചരിക്കുന്നു. അവർ ഇത്ര നേരത്തെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയയിൽ കയറി നോക്കാറില്ല, ഇമെയിലുകൾ നോക്കാറില്ല, റീൽസുകളും ഷോർട്സുകളും കാണാറില്ല. അവർ ശ്രദ്ധിക്കുന്നത് ബാക്കി ദിവസം മുഴുവൻ എങ്ങനെ ഏകാഗ്രതയോടെയും പോസിറ്റീവായും ഇരിക്കാമെന്നാണ്. രാത്രിയിൽ ഒരു ലക്ഷ്യവുമില്ലാതെ സമയം പാഴാക്കുന്നതിനു പകരം അവർ നേരത്തെ ഉറങ്ങാൻ പോകുന്നു. അങ്ങനെ അവർക്ക് എല്ലാ ദിവസവും ബ്രാഹ്മമുഹൂർത്തത്തിന്റെ ആ ശക്തമായ സമയം ലഭിക്കുകയും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നിങ്ങളെ സഹായിക്കും. ഭഗവാൻ എല്ലാവർക്കും ഒരേ സമയം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ദിവസവും 24 മണിക്കൂർ ലഭിക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ഭാവി നിൽക്കുന്നത്. ഒരിക്കൽ കഴിഞ്ഞുപോയ സമയം ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ ആദ്യം ഈ പ്രകൃതിയിൽ നിന്ന്, അതായത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് പഠിക്കണം. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് എല്ലാ ജോലികളും കൃത്യസമയത്താണ് നടക്കുന്നത്. ഉദാഹരണത്തിന് പകലും രാത്രിയും, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം. സമയം ഒരു അമൂല്യ വസ്തുവാണ്. അതിന് വിലയിടാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ജോലികളും സമയത്ത് ചെയ്യണം. നമ്മുടെ ജീവിതം സന്തോഷത്തോടെ നയിക്കണം. ജീവിതത്തിൽ കൃത്യസമയത്ത് ജോലി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.